ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഗായക സംഘ ഞായറായിട്ട് ആചരിക്കുന്നു. ഇന്നത്തെ ആരാധനയിലേക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ആരാധനയിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പങ്കെടുക്കാം. ആത്മാവ് സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഒരുക്കി നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ സത്യത്തിൽ നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങുവാൻ അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗീയ സൈന്യങ്ങൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാക്കുന്ന ആ ഗാനത്തോടുകൂടെ ചേർന്ന് ഞങ്ങൾക്കും അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി വിനയപ്പെടുത്തുന്നു. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, ആരാധന എല്ലാം ദൈവത്തിന് സാധകരമാകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അതിശയകരമായിട്ട് ഞങ്ങളെ പോറ്റി പുലർത്തിയ വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം. വീണ്ടും നിന്റെ സന്നിധി ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കരുണയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോൾ എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക്
ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തിയിരിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. നമുക്ക് മൗനമായ നമ്മത്തിന്റെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തുമിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളേറ്റ് പറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ച് വിടണമേ. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 100-ാം സങ്കീർത്തനം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിയുവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവൻ ഉള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന്റെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ.
ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം വായിച്ചു കേൾക്കാം. 122 സങ്കീർത്തനം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. നിന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ 1 മുതൽ 21 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഒന്നാം പാഠം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന അവൻ്റെ നാമം. ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവൻ്റെ രതിപ്രഭവന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യഹോവേ, നിന്റെ വലങ്കൈ ബലത്തിൻ മഹത്വപ്പെട്ടു. യഹോവേ, നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുന്നു. നീ നിന്റെ ക്രോധം അയക്കുന്നു, അത് അവരെ താളടി പോലെ ദഹിപ്പിക്കുന്നു. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. നിന്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ മൂടി. അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ? നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. ജാതികൾ കേട്ട് നടുങ്ങുന്നു. ഫെലിസ്ത്യ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. ഏദോമ്യ പ്രഭുക്കന്മാർ ഭ്രമിച്ചു. മോവാബ്യ മുമ്പന്മാർക്ക് കമ്പം പിടിച്ചു. കനാന്യ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു. ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നിൻ ഭുജമാഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ യഹോവേ, നിന്റെ ജനം കടന്നു, നീ സമ്പാദിച്ച ജനം കടന്നുപോയി. നീ അവരെ കൊണ്ടുവന്ന് തിരുനിവാസത്തിന് ഒരുക്കിയ സ്ഥാനത്ത്, യഹോവേ, നിന്റെ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവെ, തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ. യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. എന്നാൽ ഫറവോന്റെ കുതിര അവൻ്റെ രഥവും കുതിരപ്പടയുമായി കടലിൻ്റെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി. ഇസ്രായേൽ മക്കളോ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോന്നു. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പുമെടുത്ത് സ്ത്രീകളെല്ലാം തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒന്നാം പാഠം അവസാനിക്കുന്നു. വിശുദ്ധ കന്യകമറിയാമിന്റെ പാട്ട്. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു.
നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. ലേഖന പാഠം യോഹന്നാനുണ്ടായ വെളിപ്പാട് 19-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ കേൾപ്പീൻ. വെളിപ്പാട് പുസ്തകം 19-ന്റെ 1 മുതൽ 16 വരെ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നെഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക, യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇവിടെ ലേഖനപാഠം വായിച്ച് അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള കർത്താവിന്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 36 തുടങ്ങിയുള്ള വാക്യങ്ങൾ. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവ് മലയുടെ ഇറക്കത്തിന് അടുത്തെത്തിയപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെ കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീക്ഷന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നാം വായിച്ചു കേട്ടത് യേശു ക്രിസ്തുവിന്റെ ജീവനുള്ള സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കൊയർ സൺഡേ ആയിട്ട് നാം ആചരിക്കുന്നു. ഇന്നത്തെ ആരാധനയുടെ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കൊയർ അംഗങ്ങളാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് ശ്രീ KJ വർഗീസാണ്. അദ്ദേഹം നമ്മുടെ കൊയറിലെ ഏറ്റവും സീനിയർ മെമ്പറായി സേവനമനുഷ്ഠിക്കുന്നു. അടുത്ത ഗാനത്തിന് ശേഷം അദ്ദേഹം നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്.
എൻ്റെ പാറയും എൻ്റെ വീടെടുപ്പുകാരനുമായ യഹോവയും അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ പലയിടങ്ങളിലും ഭവനങ്ങളിലുമായി ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഇപ്രകാരം വചനമായി ഈ ദേവാലയത്തിൽ നിൽക്കുവാൻ ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനെനിക്ക് ഒരവസരം ഒരുക്കിയ അച്ഛന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ ആദ്യ ഞായറാഴ്ച, ഗായകസംഘ ഞായറാഴ്ചയായിട്ട് വേർതിരിച്ചിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ഇവിടുത്തെ ഗായക സംഘത്തെ മുൻകാല അംഗങ്ങളും മറഞ്ഞുപോയവരുമായവരെ വളരെ ആദരവോടെ സ്മരിക്കുകയും മറ്റിപ്പോൾ ഉള്ള മുൻകാല ഗായക സംഘങ്ങളും ഇപ്പോഴത്തെ എല്ലാ ഗായക സംഘങ്ങളെയും ഗായകസംഘ ഞായറാഴ്ചയുടെ ആശംസകൾ അറിയിച്ചു. ഇന്നത്തേക്ക് പ്രത്യേകമായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം സ്തുതിയും സ്തോത്രവും ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും. അതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിലിങ്ങാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ത്രൂ ഡിവോട്ടഡ് ലൈഫ് ആൻഡ് മിനിസ്ട്രി. പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതിയും സ്തോത്രവും, ഇതൊരു സ്വർഗീയ പരിപാടിയായിട്ടാണ് ഞാനത് കാണുന്നത്. വേദപുസ്തകത്തിൽ അതിൻ്റെ പരാമർശങ്ങളൊക്കെ ഉണ്ട്. ഇരമ്യാ പ്രവാചന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലെ ഇരമ്യാവ് സ്വർഗത്തിനൊരു ദർശനം കാണുന്നുണ്ട്. അവിടെ സാറാഫുകൾ നിന്ന് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തുകൊണ്ടിരിക്കുന്നു. ഒരാരാധന അവിടെ കാണാം. വെളിപാട് പുസ്തകത്തിലെ 4-ാം അധ്യായം 8-ാം വാക്യം നോക്കുമ്പോഴും ഇതേ സറാഫുകൾ അവിടെ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ സിംഹാസനത്തിലുള്ള 24 സിംഹാസനങ്ങൾ ഇരിക്കുന്ന മൂപ്പന്മാർ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് 7-10 എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷായ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 7-11 സകല ദൂതന്മാരും ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്രകാരം ഇതൊരു ദൈവിക ശുശ്രൂഷ ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്വർഗീയ ആരാധനയിലും സ്തുതികളിലും വസിക്കുന്നതിനായ യഹോവ തൻ്റെ സ്വന്തം ജനമായ നമ്മിൽ നിന്നും സ്തുതിയും സ്തോത്രവും ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ കൽപ്പനകളിലൂടെയും വെളിപാടുകളിലൂടെയും അത് അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും, അഥവാ ത്രൂ ഡിവോട്ടഡ് ലൈഫ് ആൻഡ് മിനിസ്ട്രി, എപ്രകാരം സ്തുതിയും സ്തോത്രവും അർപ്പിക്കാമെന്ന് ചിന്തിക്കാം. ഒന്നാമതായി ജീവിതത്തിലൂടെ എങ്ങനെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം എന്നാണ്. ലോകാരംഭം മുതലേ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിനും വേണ്ടി പല പ്രവൃത്തികളും ചെയ്തു വന്നിരുന്നു. കാഴ്ചകൾ അർപ്പിക്കുക, വഴിപാടുകൾ സമർപ്പിക്കുക, യാഗങ്ങൾ സമർപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ആദാമിക പുത്രന്മാരായ കായീനും ഹാബേലും ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നത്. നോഹ വെള്ളപ്പൊക്കത്തിന് ശേഷം പെട്ടകത്തിനും ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ ആദ്യം ചെയ്തത് വിശുദ്ധിയുള്ള ജീവിതങ്ങളിൽ നിന്നും ചിലതിനെ എടുത്ത് യഹോവയ്ക്ക് യാഗമർപ്പിക്കുകയായിരുന്നു. അതിൻ്റെ സൗരഭ്യവാസന യഹോവ മണത്തതായിട്ട് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവജനത്തിൽ കൂടെയും ചില ആഹ്വാനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ ബോധപ്പെടുത്തുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, അതിന് ഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കും. ഇത് നമുക്കുള്ള വലിയൊരു ആഹ്വാനമാണ്. ജീവിതത്തിലെ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇന്ന് 1-ാം പാഠമായിട്ട് വായിച്ചു കേട്ട വേദഭാഗത്ത് ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ മോശയും ജനങ്ങളും ദൈവത്തെ പാടി സ്തുതിച്ചായിട്ട് കാണുന്നു. ദൈവത്തിൻ്റെ വലിയ കരുതലിനെ ഓർത്ത് മിരിയാവും കൂട്ടരും നൃത്തം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ലോകരക്ഷകനായ യേശുവിനെ അമ്മയാകുവാനുള്ള കൃപ ലഭിച്ചപ്പോൾ മറിയം ദൈവത്തെ സ്തുതിച്ച് പാട്ടുപാടി. അതാണല്ലോ നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കാറുള്ള കന്യമറിയാമിൻ്റെ പാട്ട്. സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ യേശുവിൻ്റെ
മശിഹായുള്ള യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയായിട്ടും കാണും. സാധാരണ മനുഷ്യ ജീവിതത്തിൽ ദുഃഖവേളകളിലും പ്രയാസങ്ങളിലും ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിയതായിട്ട് അനേക ജീവിതങ്ങളുണ്ട്. നാം അറിയപ്പെടുന്ന സാധു കൊച്ചുവിന് ഉപദേശി അതിന് വലിയൊരു ഉദാഹരണമാണ്. നിരാശയുടെ ചുറ്റിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനേകരുണ്ട്. ഫാനി ക്രോസ്ബി എന്ന വനിത അതിനൊരു ഉദാഹരണമാണ്. തൻ്റെ 6-ാമത്തെ വയസ്സിൽ പൂർണ്ണ അന്ധയായിത്തീർന്ന അവൾ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിച്ചപ്പോൾ അവളുടെ മനസ്സിൽ തന്നെ ചിന്തിച്ചു, ദൈവത്തിന് എന്നെ കൊണ്ട് മറ്റേതോ ഉദ്ദേശമുണ്ട്. കാഴ്ചയുള്ള ഒരുവളേക്കാൾ കാഴ്ചയില്ലാത്ത ഒരുവളായി ദൈവത്തിന് വേണ്ടി എന്തോ പ്രവർത്തിക്കുന്നതിന് എന്നിൽ ഉദ്ദേശിക്കുന്നു എന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അവൾക്ക് ഇക്കാലത്ത് 2000-ഓളം ഭക്തിഗാനങ്ങൾ, ആരാധനാ ഗാനങ്ങൾ എഴുതിയ ഒരു മഹതിയാണ്. ആ മഹതിയുടെ ലോകപ്രശസ്തമായ ഒരു ഗാനമാണ് ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ് എന്ന കോറസോടുകൂടിയ ബ്ലെസ്സഡ് അഷുറൻസ്. നമ്മുടെ ജ്ഞാനകീർത്തനത്തിലെ 235-ാമത്തെ പാട്ട്, യേശുവൻ സ്വന്തം ഹല്ലേലൂയ. അങ്ങനെ അനേകർ തങ്ങളുടെ ജീവിത അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ നമ്മളും അതിന് ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾക്ക് ദൈവത്തിന് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ദൈവേഷണം ചെയ്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റണം എന്നുള്ളതാണ്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആയിരിക്കുവാനും മറക്കരുത് ഒരു ദൈവജനമാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് ഏവനുമല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്ര സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ദൈവേഷ്ടം ചെയ്യുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്തോത്രം കൊണ്ടോ സ്തുതി കൊണ്ടോ യാതൊരു പ്രയോജനമില്ല. ഫലമില്ലാത്ത വൃക്ഷം പോലെ കർത്താവ് തന്നെ ഒരിക്കൽ ഇലനിറഞ്ഞു നിന്ന ഒരു അത്യശബ്ദമായിട്ട് നമുക്കറിയാമല്ലോ. പുറമേ നോക്കിയാൽ എല്ലാം ഉണ്ട്, പക്ഷേ അടുത്ത് ചെന്നപ്പോൾ ഫലം കാണാനില്ല. ആ അത്യശബ്ദമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ ഫലമില്ലാത്ത ജീവിതങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജീവിതം പൂർണ്ണമല്ല. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവേഷ്ടം ചെയ്തുകൊണ്ട് സൽഫലങ്ങളെ പുറപ്പെടുവിച്ചും ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ശുശ്രൂഷയിലൂടെ, അല്ലെങ്കിൽ ത്രൂ മിനിസ്ട്രി. ഇവിടെയാണ് ഗായക സംഘത്തിൻ്റെ ഉത്തരവാദിത്തം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. എത്ര പേര് ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. അനേക ദൈവമക്കൾ, അനേക ദൈവഭക്തന്മാർ അവരുടെ ജീവിതാനുഭവത്തിൽ കൂടി ആത്മാവിൽ രചിച്ച ഗാനങ്ങൾ ഗായകസംഘങ്ങൾ പാടുമ്പോൾ, അതേ ആത്മാവിൽ പാടുമ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കുന്ന ആരാധിക്കുന്ന സമൂഹത്തിന് പ്രത്യാശയായിരിക്കും. അവർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. അവർക്ക് രൂപാന്തരം പ്രാപിക്കും. അവർക്ക് മാനസാന്തരം ഉണ്ടാകും. അവർക്ക് സൗഖ്യം വരെയും ലഭിക്കാൻ സാധിക്കും. ദാവീദിന്റെ കിന്നരവാണിയിലൂടെ ശൗലിന് ആശ്വാസം ലഭിച്ചിരുന്നതുപോലെ നമ്മുടെ ശുശ്രൂഷയിൽ കൂടി അനേകർക്ക് പ്രത്യാശയും ആശ്വാസവും സൗഖ്യവും രൂപാന്തരം ഉണ്ടാകുവാൻ തക്കണം നമ്മൾ ആത്മാവിൽ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ സ്വർഗത്തിലെ ആരാധനയെപ്പറ്റി സൂചിപ്പിച്ച ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളോട് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഗായകസംഘാംഗങ്ങൾക്കുണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സാറാഫുകളെ പറ്റി പറയുമ്പോൾ അവയ്ക്ക് 6 ചിറകുകളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദങ്ങൾ മൂടി, 2 കൊണ്ട് പറന്നു എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ അവരുടെ ഭയഭക്തിയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 24 മൂപ്പന്മാർ 12 ഗോത്രങ്ങളെയും 12 അപ്പോസ്തലന്മാരെയും പ്രതിനിധീകരിക്കുന്നവരെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. അവരുടെ സിംഹാസനത്തിൽ കിരീടം ധരിച്ചിരിക്കുന്നവരാണ്. അവിടെ കാണുന്നത് അവർ താഴെ മുട്ടുകുത്തി അവരുടെ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ടാണ് ദൈവത്തെ ആരാധിച്ചത്. നമുക്കും ചില സിംഹാസനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, നമുക്കും ചില കിരീടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ആരാധനയിൽ ദൈവത്തെ
സ്തുതിക്കുമ്പോൾ അവയൊക്കെ ഒന്ന് താത്തുവയ്ക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സുകളെ അത്രമാത്രം ഒന്ന് വിനയപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു രേഖപ്പെടുത്തിയിരിക്കുന്നു: ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ 144,000 പേർക്ക് അല്ലാതെ ആ പുതിയ പാട്ട് പാടുവാൻ കഴിഞ്ഞില്ല. മറ്റാർക്കും ആ പാട്ട് പഠിക്കുവാൻ പോലും കഴിഞ്ഞില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം പ്രാഗൽഭ്യമുള്ള വലിയൊരു സമൂഹമായതോടെ പാടിയത്. നമ്മുടെ ഗായകസംഘത്തിനും അതുപോലെ ആ പാടിയവരുടെ ചില ക്വാളിറ്റികൾ നമുക്കും ഉണ്ടായിരിക്കണം. അവരെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അവർ മലിനപ്പെടാത്തവരായിരുന്നു. പോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവരായിരുന്നു. ഈ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഈ ഒരു യോഗ്യതകളിലൂടെ നമ്മൾ നേടിയെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ സ്തുതിയും സ്തോത്രവും ദൈവസന്നിധിയിലെ സൗരഭ്യവാസനയുള്ള യാഗമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആരാധനാ സമൂഹത്തിൽ എന്താണ് ശുശ്രൂഷ? അവരെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ഒരു കർത്തവ്യം അതാണ്. പിന്നെ രാജകീയ പുരോഹിതവർഗം എന്താണ് പുരോഹിതന്റെ ചുമതല? തനിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പാപപരിഹാരത്തിനായി യാഗങ്ങൾ അർപ്പിക്കുന്ന വലിയൊരു ദൗത്യമാണ് പുരോഹിതന് നിക്ഷിപ്തമായിരിക്കുന്നത്. പുരോഹിതവർഗമായി നമുക്കും നമ്മുടെ സഹജീവികളെ പറ്റി ഒരു ഭാരം ഉണ്ടായിരിക്കേണ്ടതാണ്. ദൈവത്തെ അറിയാതെ അന്യപ്പെട്ടു പോകുന്നവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അവരെ നേടുവാനോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിൽ പങ്കുകൊള്ളുവാനോ ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശുശ്രൂഷയിൽ പെട്ടതാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യപുത്ര, ഞാൻ നിന്നെ ദേശത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങൾ നീ അവരെ പറഞ്ഞു കേൾപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ കരുതിക്കൊള്ളത്തക്കവണ്ണം എൻ്റെ വചനങ്ങൾ അവനോട് പ്രബോധിപ്പിക്കണം. നീ പ്രബോധിപ്പിച്ച വചനം അവൻ കേൾക്കാതെ അവൻ്റെ പാപത്തിൽ അവൻ മരിച്ചു പോയാൽ കുഴപ്പമില്ല. നീ പ്രബോധിപ്പിക്കാതെ അവൻ മരിച്ചു പോയാൽ അവൻ്റെ രക്തം നിന്നോട് ചോദിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ഒക്കെയുള്ള വലിയൊരു ഉത്തരവാദിത്വം ആരാധനാ സമൂഹത്തിന് ശുശ്രൂഷയിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് ഒരു ഇത്തിരി കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. 30-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട ഒരു യുവാവ് അധികം നാളാകുന്നതിന് മുമ്പ് തന്നെ രോഗശൈലിയിലായി ഏകദേശം ഏതാണ്ട് മരണത്തോടെത്തുന്ന അവസ്ഥയായപ്പോൾ ഒരു ദിവസം അവൻ്റെ മുഖത്ത് പെട്ടെന്നൊരു നിരാശയുടെ കരിനീഴൽ കാണപ്പെട്ടു. കൂട്ടുകാരൻ ചോദിച്ചു, എന്ത് ആണ് സഹോദര? അവൻ പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് മരിക്കുന്നതിന് ഭയമില്ല, ഞാൻ എൻ്റെ യേശുവിൻ്റെ പൈതലാണ്. പക്ഷേ എന്നെ വേദനപ്പെടുത്തുന്ന വലിയൊരു വേദന, ഞാൻ യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ യേശുവിന് മുമ്പിൽ കാഴ്ചവെക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്നുള്ള വേദനയാണെന്ന് ആ യുവാവ് പറയുകയുണ്ടായി. ആ സംഭവത്തെ ആധാരപ്പെടുത്തി സിസി ലൂതർ എഴുതിയ ഒരു ഗാനമാണ് നമ്മുടെ ജ്ഞാനത്തിലുള്ള 284. വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ സന്നിധിയിൽ. ആരാധിക്കുന്ന സമൂഹമേ, നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ സഹജീവികളെ ചിന്തിക്കുവാനും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ ഓർത്ത് കരയുവാനും ഒക്കെയുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൽ ഏത് വിധത്തിലെങ്കിലും നമ്മൾ പങ്കുകൊണ്ടില്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ മറ്റ് ടാലന്റുകളെ ഏൽപ്പിച്ചവരെ വിളിച്ച് നിങ്ങൾ എന്ത് നേടി എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നമ്മൾ നിരാശയായി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ശുശ്രൂഷകൾ അത് പങ്കുകൊള്ളുകയോ അത് സപ്പോർട്ട് ചെയ്യുകയോ അത് സഹകരിക്കുകയോ ഏത് വിധത്തിലാണെങ്കിലും ചെയ്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് കണക്കിലെടുപ്പെടും. അങ്ങനെ നമ്മുടെ ശുശ്രൂഷയിൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുവാൻ നമുക്ക് കഴിയും. ഈ ദിവസത്തെ ചിന്ത നമ്മുടെ ജീവിതത്തെ അതേറ്റവും അനുഗ്രഹമായി തീർക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടിയും നമ്മുടെ ശുശ്രൂഷയിൽ കൂടിയും ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ അപ്പോസ്തലിക വിശ്വാസ പ്രമാണത്തിൽ കൂടി നമുക്ക് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു.
അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യാജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പെന്തക്കോസ്തിന് പിൻപ് 14-ാം ഞായറിലേക്കുള്ള അപേക്ഷ. ഗായക സംഘ ഞായർ. സ്തുതിയും സ്തോത്രവും ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും ദൈവദൂതന്മാരുടെയും സ്വർഗത്തിലെ സകല സൈന്യങ്ങളുടെയും സ്തുതികൾ മേൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ സ്തുതി സ്തോത്രയാഗങ്ങൾ സ്വീകരിക്കുന്നവരാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആരാധനാ സമൂഹം എന്ന നിലയിൽ ഞങ്ങളുടെ വിളിക്കനുസരിച്ച് വേറിട്ടൊരു ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും അവിടുത്തെ മഹത്വപ്പെടുത്തിയും വെളിപ്പെടുത്തിയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സുഖ ദുഃഖ മധ്യത്തിൽ സദാ സാന്നിധ്യം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ കിന്നരങ്ങളായി രൂപാന്തരപ്പെടുവാനും ദൈവരാജ്യത്തിന്റെ സന്ദേശവാഹകരായി രൂപാന്തരപ്പെടുവാനും ദൈവരാജ്യത്തിന്റെ സന്ദേശവാഹകരായി ഞങ്ങളുടെ ശുശ്രൂഷ അനുസ്യൂതം തുടരുവാനും സഹായിക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവ് ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണയിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതെ ഇരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങൾ നോക്കി നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ എവിടെയും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ലോകം മുഴുവനും കൊറോണയുടെ ഭീതിയിൽ കഴിയുമ്പോൾ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഗായക സംഘ ഞായറാഴ്ചയായി ഇന്ന് ആചരിപ്പാൻ കഴിയുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയെയും എല്ലാ ഭവനങ്ങളെയും വ്യക്തികളെയും വിശേഷ വാർദ്ധക്യത്തിൽ കഴിയുന്നവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യഹിതത്തിനപ്പുറമായി ദൈവേഷ്ടപ്രകാരമുള്ള ഒരു അധ്യക്ഷനെ ലഭിക്കേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളുടെ എല്ലാ രോഗികളെയും ഓർത്ത് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. മുറിവുണ്ടാക്കുന്നതിനും മുറിവ് കെട്ടുന്നവനും അവിടെ നിന്നാകിയാൽ ആ കരങ്ങളിലേക്ക് നമ്മുടെ രോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠനത്തിനും ജോലിക്കുമായി നമ്മളിൽ നിന്നും ദൂരത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമ്മളെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്നും നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള സന്തോഷത്തെ അറിയിക്കുന്നു. ഇന്ന് ഗായക സംഘ ഞായറായിട്ട് നാം ആചരിച്ചുവല്ലോ. എല്ലാ ഗായക സംഘാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരുടെ ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. പെരുന്നാളുകളിലും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ബലപ്പെടുത്തണമേ. അവർ പാടുന്ന പാട്ടുകൾ അവരുടെ ജീവിതത്തിൽ കൂടി പ്രാവർത്തികമാക്കുവാൻ ദൈവം അവരെ ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആഴ്ചയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ കാക്കട്ടെ, ശത്രുവിന്റെ ഉപദ്രവങ്ങൾ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ശക്തമായി നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവരാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും നാം എല്ലാവരോടും കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
സുഹൃത മനസ്സുകൾ പാടിയുണർത്തിയ വിമല വിരാജിതമായൊരു നാട് കേരളം. കേരളം ഹരിതം വിളയും താഴ്വാരങ്ങൾ അലകൾ പാടും കടൽ തീരങ്ങൾ കേരളം. കേരളം സുഹൃത മനസ്സുകൾ പാടിയുണർത്തിയ വിമല വിരാജിതമായൊരു നാട് കേരളം. കേരളം ഓണത്തപ്പനെ വരവേൽക്കാനായി ചുണ്ടൻ വള്ളം പായും നേരം നൃത്തച്ചുവടുകൾ വയ്ക്കും നമ്മൾ. ചുണ്ടൻ വള്ളം പായും നേരം നൃത്തച്ചുവടുകൾ വയ്ക്കും നമ്മൾ. കേരളം കേരളം സുഹൃത മനസ്സുകൾ പാടിയുണർത്തിയ വിമല വിരാജിതമായൊരു നാട് കേരളം. കേരളം സസരി സസരി സരി ബരി രിരി സസരി ഭൂവിനെ വീഴാൻ കരുതണം നമ്മൾ. സ്നേഹഗാഥകൾ ആലപിച്ചിടാം. ഒരു നവകേരളം ഉണർന്നിടുവാൻ. കേരളം കേരളം സുഹൃത മനസ്സുകൾ പാടിയുണർത്തിയ വിമല